ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ കുറച്ചധികം കള്ളനാണയങ്ങളുടെ ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്ന നമ്മുടെ പ്രമുഖരായ ചില സോഷ്യൽ മീഡിയ ആളുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വാർത്താ മാധ്യമങ്ങൾ, കള്ളങ്ങൾ മാത്രം പറയുന്ന, കള്ളങ്ങളുടെ കുത്തരങ്ങാവുന്ന നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ, അത്തരം ചില ആളുകളെ തുറന്നു കാണിക്കുന്നതിനോടൊപ്പം ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ആർക്കാണ് നേട്ടമുണ്ടാകാൻ പോകുന്നത്, ആർക്കാണ് കോട്ടമുണ്ടാകാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞുള്ള ചില കാര്യങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഈ മീഡിയക്കാരെന്ന് പറയുന്ന കള്ളക്കൂട്ടങ്ങൾ, ഇത് കള്ളക്കൂട്ടങ്ങളാണ്. ഇതുപോലെ കള്ളക്കൂട്ടങ്ങൾ ലോകത്ത് എവിടെയുമില്ല. ഇതുപോലെ നാറിയ പണിയെടുക്കുന്നവർക്ക് ഉളുപ്പുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കള്ളക്കൂട്ടങ്ങൾ നടത്തുന്ന കള്ളപ്രചരണങ്ങൾ, അത് തെളിവ് സഹിതം കള്ളത്തരമാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം, ഇന്നലെ ഞാൻ കണ്ട 4 പ്രമുഖ ചാനലുകളിൽ യുവമാർ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പുട്ടിയടിച്ച് വേഷം കെട്ടി വന്നിരിക്കുന്ന ഈ പെണ്ണുങ്ങൾ പറഞ്ഞു പരത്തുന്ന ഒരു കാര്യം, അതായത് സോഷ്യൽ മീഡിയയിലും ഇവരുടെ ചാനലിന്റെയും ഈ മറുനാടനടക്കമുള്ള, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, ഇവിടെയൊക്കെ ഈ ബോച്ചെ വിരോധ വീഡിയോസിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ ഈ ബോബി ചെമ്മന്നൂരിന്റെ ഫാൻസ്, ഫിജിക്കാട്ടിന്റെ ആളുകൾ, അല്ലെങ്കിൽ ബോച്ചെ ഫാൻസുകൾ അടിക്കുന്ന, അല്ലെങ്കിൽ PR അടിക്കുന്ന കമന്റുകളാണ്. രാഹുൽ അടക്കം PR ആണെന്ന് ഹണി റോസ് പറഞ്ഞു. അത്തരം വലിയൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥ ആളുകളല്ല, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ കമന്റുകളല്ല. ഇത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ബോച്ചയുടെ ഫാൻസാണ്, ബോച്ചയുടെ PR. സോ ഈ കമന്റ് അടിക്കുന്ന ആരാണെന്ന് അറിയാൻ വലിയ പണിപ്പിടിയൊന്നും വേണ്ട. യൂട്യൂബിൽ കമന്റ് അടിച്ച ഈ ഒരു ഐഡിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ആർക്കും ചെക്ക് ചെയ്യാം. ഈ ന്യൂസ് ചാനലിന്റെ ഒക്കെ താഴെ വന്ന, എന്റെ ചാനലിൽ വന്ന, മറുനാടനിൽ വന്ന, ഈ പ്രമുഖ ന്യൂസ് ചാനലുകളിലൊക്കെ വന്ന കമന്റുകൾ, ഏതാണ്ട് 100ഓളം കമന്റുകൾ ഞാൻ ചെക്ക് ചെയ്തു. ബോച്ച അകമഴിഞ്ഞ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ പ്രീവിയസ് കമന്റുകളിൽ ഒന്നും ബോച്ചയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ബോബി ചെമ്മന്നൂരിനെ പറ്റി അവർ എവിടെയും പറഞ്ഞിട്ടില്ല, എവിടെയും കമന്റ് ചെയ്തിട്ടില്ല. അവർ ചെയ്തിരിക്കുന്ന കമന്റുകൾ വിവിധ വിഷയങ്ങളിൽ ഈ പറഞ്ഞ ചാനലിനെ അടക്കം വിമർശിച്ചും സപ്പോർട്ട് ചെയ്തും വിവിധ വിഷയങ്ങളിൽ കമന്റ് ചെയ്തിട്ടുള്ള കമന്റുകളാണ് കാണാൻ സാധിക്കുന്നത്. ആർക്കും ചെക്ക് ചെയ്യാം. ഇതാണോ ബോച്ചയുടെ PR? ഇവരാണോ ബോച്ചയുടെ ആരാധകര്? ഇത് തന്നെയാണ് രാഹുൽ ഈശ്വരൻ പറഞ്ഞത്. അതായത് ഈ കമന്റുകൾ ഒരു മിനി സർവേ ആണ്. ജനവികാരം എന്താണ്? ബോച്ച തെറ്റ് ചെയ്യുമെന്ന് പറയുമ്പോഴും, ഹണി റോസിന് നീതി വേണമെന്ന് പറയുമ്പോഴും, ഇവിടെ ബോബി ചെമ്മന്നൂരിനെ അറസ്റ്റ് ചെയ്ത രീതി, ഈ രീതിയിൽ ബോബി ചെമ്മന്നൂരിനെ ആക്കിയത് തീർച്ചയായും ഒരു മാസ്റ്റർ പ്ലാനിന്റെ പുറത്താണ്. മുഖ്യമന്ത്രി അടക്കം, DGP അടക്കം, കമ്മീഷണർ അടക്കം, SP അടക്കം ഒരു താരതമ്യേന അത്ര വലിയ പ്രമുഖയല്ലാത്തൊരു നടിയുടെ വിഷയത്തിൽ ഇടപെട്ട് ബോബി ചെമ്മന്നൂരിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു. ആർക്കാരും സംശയം തോന്നത്തില്ലേ? ഇനി ഇതുകൊണ്ട് വലിയ നേട്ടം ഹണി റോസിന് ഉണ്ടാക്കി എന്ന് പറയുന്ന, അതായത് രാഹുൽ ഈശ്വറിനെ അടക്കം ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള പ്ലാനിംഗ് ആണ്. രാഹുൽ ഈശ്വർ ഈ പറഞ്ഞ ഹണി റോസിനെ നേരിട്ട് കണ്ടില്ല. ഞാനോ രാഹുൽ ഈശ്വറോ ഈ പറയുന്ന ആരും ഹണി റോസിനെ നേരിട്ട് കണ്ടില്ല. സോ ഒരു അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ, സൈബർ ഇടങ്ങളിൽ ഒരു അഭിപ്രായം പങ്കുവെച്ചതിന്റെ പേരിൽ, അവഹേളനമല്ല അഭിപ്രായം, ആ അഭിപ്രായത്തിന്റെ പേരിൽ കേസ് കൊടുത്തിട്ട് ജയിലിലടക്കാനുള്ള ശ്രമം നടത്തുന്നു. എന്താണിത്? സ്വന്തം അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാർക്ക് ഇന്ത്യയിൽ ഇനി ജീവിക്കാൻ കഴിയില്ലേ? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇതുകൊണ്ട് ഏറ്റവും കോട്ടം ഉണ്ടാകാൻ പോകുന്നത് ഹണി റോസിന് തന്നെയാണ്. സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യാനും ഈ പറഞ്ഞ മീഡിയക്കാരും കൂട്ടുകാരും ഒക്കെ ഉണ്ടാവും. ഏറെ ബഹുമാനത്തോടും സ്നേഹത്തോടുകൂടെയും ഹണി റോസിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നത് ഹണി റോസിന്റെ കരിയർ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ വലിയ ഗവേഷണം ഒന്നും നടത്തേണ്ട കാര്യമില്ല. കാര്യം നമുക്കൊരു അറിയാം, ഒരു വാർത്തയുടെ ആയുസ് എത്രത്തോളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആളൊഴിഞ്ഞ ഉത്സവപ്പറമ്പിന്റെ അവസ്ഥയായിരിക്കും. കാര്യം ഇപ്പോൾ ഈ ഹണി റോസിനെ പിന്താങ്ങി സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ 2 ദിവസം കഴിയുമ്പോൾ ഒരു പുതിയ വാർത്ത വരുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു പുതിയൊരു സംഭവം വരുന്നതോടുകൂടി അവരെല്ലാം അതിൻ്റെ പുറകെ പോകാനാണ് സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയാണ്. പക്ഷേ ഇതിനകത്ത് എനിക്ക് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട 2-3 വ്യവസായികളുമായിട്ട് ഈ വിഷയം ഒരു ഒക്കേഷനിലേ നമുക്ക് സംസാരിക്കേണ്ടി വന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹണി റോസിൻ്റെ ഭാവി എന്താകും എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് അവർക്കെല്ലാം ഒരുപാട് സ്ഥാപനങ്ങളുള്ളവരാണ്. അപ്പോൾ അവർ പറഞ്ഞ്, ഞങ്ങൾ പല സെലിബ്രിറ്റികളെയും ഇനാഗുറേഷന് വിളിക്കാറുണ്ട്. പക്ഷേ ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു വിവാദം വന്ന സ്ഥിതിക്ക് ഇനി ആരും അങ്ങോട്ട് വലിയ രീതിയിൽ, അല്ലെങ്കിൽ ആരെങ്കിലും അത്രയും റിസ്ക് എടുത്ത് ആരെങ്കിലും വിളിക്കുമെന്നുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ മിക്കവാറും അവരെ ഈ ഇത്തരത്തിലുള്ള ഇനാഗുറേഷനുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ഫംഗ്ഷനുകളിൽ നിന്നും ഒഴിവാക്കി നിർത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കാര്യം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ അവർ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ഇനാഗുറേഷൻ നമ്മൾ വിളിച്ചു, നമ്മുടെ സ്ഥാപനത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു നാവ് പിഴവ് സംഭവിച്ചാൽ അവർ നാളെ കേസ് കൊടുക്കില്ല എന്ന് എന്ത് ഉറപ്പുണ്ട്? അപ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ ഈ പുലിവാല് പിടിച്ച് വെക്കുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഈ സംഭവം ഹണി റോസിന് വലിയ തോതിൽ അവരുടെ പ്രൊഫഷനിൽ വലിയ നഷ്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു വിവാദമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പൊതുവെയുള്ള ആൾക്കാരുടെ ഒരു നിലപാടാണ്, വെറുതെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത പുലിവാലി പിടിച്ചു വെക്കാൻ പോകുന്നത്. 100% ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മനുഷ്യൻ പറഞ്ഞത്. അതായത് അണി റോസിനെ സപ്പോർട്ട് ചെയ്യാൻ, അണി റോസിനെ വാനോളം പുകഴ്ത്താൻ, അണി റോസിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒരുപാട് പേര് ഇപ്പോൾ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഹണി റോസ് പറയുന്നത് മാനസിക സമ്മർദ്ദത്തിലാണ്. പ്രധാന കാരണം ഹണി റോസിന്റെ സിനിമ നിന്നുപോയി. അതായത് ജനുവരി 10-ാം തീയതി ഇറക്കാൻ ഉദ്ദേശിച്ചിരുന്ന സിനിമ ജനുവരി 10-ാം തീയതി ഇറക്കാൻ കഴിഞ്ഞില്ല, ഈ ആഴ്ച ഇറങ്ങുന്നില്ല. ഒരുപക്ഷെ ഈ ഒരു വിഷയങ്ങൾ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ സിനിമ ഇറക്കില്ല. ആ ഒരു പ്രൊഡ്യൂസർ തന്നെ ധർമ്മസങ്കടത്തിലാണ്. ഹണി റോസിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 കോടിയിലധികം മുതൽ മുടക്കി എടുത്തേക്കുന്ന ഒരു സിനിമ, ആ സിനിമ ഇനി ഇറങ്ങിയാൽ ഉണ്ടാവുന്ന ഒരവസ്ഥ. എന്തുകൊണ്ട് അണിയറ പ്രവർത്തകർ ഇപ്പോൾ ഈ സിനിമ ഇറക്കുന്നില്ല? ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ സിനിമയുടെ പ്രൊമോഷന് പോലും തിയേറ്ററിൽ ഹണി റോസിന് വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ സിനിമ ഒന്ന് ഇറക്കിയിട്ട് ഹണി റോസ് തിയേറ്ററിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി നോക്കണം, ഈ ഒരു അവസ്ഥയിൽ ജനങ്ങളുടെ ഒരു പൾസ് അറിയണമെങ്കിൽ. ഹണി റോസിന്റെ സ്വന്തം കുഴി കുടിച്ചു. ബോച്ചയ്ക്കെതിരെ കംപ്ലൈന്റ് ചെയ്തതിൽ എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കണമെന്നൊന്നുമല്ല പറയുന്നത്, കംപ്ലൈന്റ് ചെയ്ത രീതി. അതായത് ചൊവ്വാഴ്ച ബോച്ചയ്ക്ക് ജാമ്യം കിട്ടാതിരിക്കുകയാണെങ്കിൽ മീഡിയക്കാർ ആഘോഷിക്കും, ബോച്ചയ്ക്ക് ജാമ്യം കിട്ടിയില്ല, ഹണി റോസിന്റെ വിജയം എന്നൊക്കെ. ബലത്തിൽ ഹണി റോസിന്റെ ദോഷമാണ്. കാരണം ഇപ്പൊ തന്നെ ഹണി റോസ് പറയുന്നത് വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നു, ജനങ്ങൾ ഹണി റോസിനെ വെറുക്കുന്നു, അതിന് കാരണക്കാർ രാഹുൽ ഈശ്വരാണ്. അപ്പൊ ജാമ്യം കിട്ടാതിരിക്കാന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. ഒരാൾ പോലും ഇല്ലാതെ ഹണി റോസിനെ വെറുക്കും. ഹണി റോസിന്റെ കരിയർ ഇതോടുകൂടി എൻഡ് ചെയ്യും. ഈ ഒരു അവസ്ഥയിൽ റേച്ചൽ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര പേര് കാണാൻ കയറും എന്നുള്ള കാര്യം ചിന്തിക്കുക. തിയേറ്ററിൽ ഓടിയില്ലെങ്കിൽ OTT-ക്കാർ പോലും എടുക്കത്തില്ല, OTT എടുത്തില്ലെങ്കിൽ സാറ്റലൈറ്റും കിട്ടത്തില്ല. ഈ പറയുന്ന ന്യൂസ് വായിക്കുന്ന അളിയന്മാർ വല്ലതും വന്ന് ഹെൽപ്പ് ചെയ്യോ? സാറ്റലൈറ്റും കിട്ടിയില്ലെങ്കിൽ ഈ സിനിമയ്ക്ക് മുടക്കിയ 99% പൈസയും ഈ നിർമ്മാതാവിന് നഷ്ടമാവും. നാളെ ഒരു നിർമ്മാതാവ് ഹണി റോസിനെ വെച്ചൊരു സിനിമ എടുക്കാൻ തയ്യാറാവും? രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന മജിസ്ട്രേറ്റ് തന്നെ, അതായത് ഒരു വിക്ടിമിന്റെ രഹസ്യമൊഴി, അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന മജിസ്ട്രേറ്റ് തന്നെ അതിലെ പ്രതിയുടെ ജാമ്യം തീരുമാനിക്കുമ്പോൾ വളരെ വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ അത് അൺഫെയർ ആണ്, യഥാർത്ഥത്തിൽ ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മനസ്സ്, അതായത് ഈ രഹസ്യമൊഴി കേൾക്കുമ്പോൾ ഈ മനസ്സ്, ഒരു മനുഷ്യനാണല്ലോ ഇത് രേഖപ്പെടുത്തുന്നത്, ഈ മനസ്സ് എങ്ങനെയായാലും സ്വാധീനിക്കപ്പെടും. കാരണം ഈ വിക്ടിം പറയുന്ന അതിലെ ആ മൊഴി ഇങ്ങനെയൊക്കെ എന്നെ പറഞ്ഞു, ഇന്നത് ഇങ്ങനെയാണ്, ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ആ മനസ്സ് ഒരുപാട് സ്വാധീനിക്കപ്പെടും ആ കാര്യത്തിലേക്ക്. കാരണം ആ വിക്ടിം പറഞ്ഞത് ശരിയാണ് എന്നുള്ള രീതിയിലാണ് ആ മൊഴി രേഖപ്പെടുത്തുന്നത്. അപ്പോൾ 164 നമ്മുടെ പഴയത്, അപ്പോൾ ആ മൊഴി രേഖപ്പെടുത്തി വരുമ്പോൾ ഈ നിർബന്ധമായിട്ടും അത് മനസ്സിനെ ഒത്തിരി സ്വാധീനിക്കും ഈ ജുഡീഷ്യൽ ഓഫീസറിനെ. അങ്ങനെ വരുന്നുണ്ടെങ്കിലുണ്ടല്ലോ, അതേ ഓഫീസർ ആ പ്രതിക്ക് ജാമ്യം വരുമ്പോൾ മൈൻഡ് ചേഞ്ചഡ് ആണ്. എങ്ങനെയായാലും നിർബന്ധമായിട്ടും അയാളെ റിമാൻഡ് ചെയ്യാനായിട്ട് ജാമ്യാപേക്ഷ തള്ളാനായിട്ടുള്ള ഒരു ത്വര ഉണ്ടായിപ്പോവും. കുറ്റമല്ല, അതങ്ങനെ വരും. മനുഷ്യർ, ഞാൻ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യം, ഈ ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയത്തിൽ അദ്ദേഹം ചെയ്ത തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത രീതിയും, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഗൂഢാലോചന നടന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അല്ല പറയുന്നത്, ജസ്റ്റിസ് കമാൽ ബാഷയാണ് ഇത് പറയുന്നത്. അദ്ദേഹം തന്നെ പറയുന്നു ഈ വിഷയത്തിൽ ചില അസ്വാഭാവികമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഒരു മനുഷ്യൻ പറയുമ്പോഴും ഈ മീഡിയക്കാർ വാണങ്ങൾക്ക് കൊള്ളാൻ വയ്യ. അവരിപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിനെ ആക്രമിക്കാൻ വേണ്ടി അങ്ങ് വാളെടുത്തങ്ങ് നിൽക്കുവാണ്. ബോബി ചെമ്മണ്ണൂർ അത്രയും മോശമായ വ്യക്തിയാണ്, സമൂഹത്തിൽ ഒരു തരത്തിലും ആരെയും ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു ക്രിമിനലാണ് ബോബി ചെമ്മണ്ണൂർ, അല്ലേ? തീരുമാനിക്കുന്നത് ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ യഥാർത്ഥത്തിൽ ആ ചെയ്യുന്നത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിൽ ഈ കേസിലെ ആ പ്രതിഭാഗം ഉയർത്തിയ ഈ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റാണ്. അത് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പെട്ടെന്ന് അതൊന്നും കേൾക്കാതിരിക്കുക എന്ന് പറയുന്നതും ശരിയല്ല. അപ്പൊ ഹൈക്കോടതി അത് ചെവിക്കൊള്ളേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ പറയുന്നത് അതിൻ്റെതായ ആ രീതിയിൽ അതിൻ്റെ ആ യഥാർത്ഥത്തിൽ അത്രത്തോളം സീരിയസ്നെസ്സോടുകൂടി കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ 4 ദിവസം കഴിഞ്ഞ് ജാമ്യാപേക്ഷ എടുക്കാവൂ എന്നൊന്നും നിയമത്തിലില്ല കേട്ടോ, എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ നിയമം എനിക്ക് അറിഞ്ഞൂടാ. അതായത് അതാത് ദിവസം തന്നെ ജാമ്യം കൊടുക്കുന്നത് എത്രയോ കേസുണ്ട് എടുക്കാവുന്നത്. ഇത് അത് സുപ്രീം കോടതി പോലും ചെയ്തിട്ടില്ലേ? അതായത് സുപ്രീം കോടതി പോലും ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർണാബ് ഗോസ്വാമിയുടെ കേസ് നമുക്കറിയാം. അത് സാധാരണ അവിടെ എത്ര ദിവസം വേണം വരാൻ, പക്ഷെ അത് അന്ന് തീരുമാനം എടുത്തില്ലേ എന്ന് പറയുന്ന പോലെ അങ്ങനെ ചെയ്യാം. പിന്നെ ഒരാൾക്ക് ഒത്തിരി പണം ഉണ്ടായിപ്പോയി, അതുകൊണ്ട് അവൻ ജയിലിൽ കിടക്കണം എന്നുള്ളൊരു ധാരണ വരാൻ പാടില്ല. അത് തെറ്റാണ്. ഇതൊന്നും കേട്ടിട്ട് ഈ മാപ്പറകൾക്ക് ഒരു ശകലം വെളിവുണ്ടാവുന്നുണ്ടോ? ഇത് അല്ല പറയുന്നത്, ജസ്റ്റിസ് കമാൽ ബാഷയാണ് പറയുന്നത്. അതായത് ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള അസ്വാഭാവികത ഉണ്ടായെന്ന്, അതായത് ജാമ്യം നിഷേധിച്ച അടക്കമുള്ള കാര്യങ്ങൾ അസ്വാഭാവികമാണെന്ന് ഒരു ജസ്റ്റിസ് ആണ് പറയുന്നത്. വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കേട്ട ഒരു റിട്ടയർഡ് ജസ്റ്റിസ് ആണ് പറയുന്നത്. എന്നാൽ ഇവിടെ പോലീസ് ശ്രമിക്കുന്നത് ഇപ്പോഴും ബോബി ചെമ്മണ്ണൂരിനെ വെളിയിൽ വിടാൻ പാടില്ല,
ചൊവ്വാഴ്ച ജാമ്യം ലഭിക്കാൻ പാടില്ല, അത് തങ്ങളുടെ പരാജയമാണെന്ന് മനസ്സിലാക്കി ഇപ്പോഴും ബോബി ചെമ്മണ്ണൂരിന്റെ പഴയ വീഡിയോസ്, അദ്ദേഹം മാപ്പ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇനി ആവർത്തിക്കത്തില്ലെന്നും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴും ബോബിയുടെ പഴയ വീഡിയോസ് തെരഞ്ഞു നടക്കുവാണ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ. ആരെങ്കിലും അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട്, അതായത് പരാതി ഇല്ലാത്ത വ്യക്തികളുടെ പോലും കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുവാണ് കോടതിയുടെ മുന്നിൽ, ബോബി ചെമ്മണ്ണൂരിനെ പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് ആർജവാണല്ലേ പോലീസിന് ഈ ഒരു കേസിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും അധികം തെളിയാത്ത, അല്ലെങ്കിൽ ഇത്രയും അധികം കുറ്റകൃത്യത്തിന് ഒരു കുറവുമില്ല കേരളത്തിൽ. അത്രയും അധികം കുറ്റകൃത്യങ്ങൾ, ഒരു ദിവസം എത്ര പരാതിയാണ് വരുന്നത് സ്ത്രീകളുടെ തന്നെ. അത്രയും വിഷയങ്ങൾ നടക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ കേസിൽ ഇത്രയും അധികം ഇൻവോൾവ് ചെയ്യാൻ പോലീസിന്റെ ആർജവം ചെറുതല്ല. പ്രമാദമായ അരുംകൊല നടത്തിയ ഒരു കേസല്ലേ ഇത്. വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഒന്നുമല്ലാത്തൊരു മഹാനെ കുറിച്ച് ഞാൻ പറയാം. അഖിൽമാരാർ, ബിഗ് ബോസ് താരമായ അഖിൽമാരാർ, ബിഗ് ബോസിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചൊരു വ്യക്തിയാണ്. ഈ മഹാൻ പറഞ്ഞത് ബോബി ചെമ്മണ്ണൂരിനെ നേരിട്ട് കണ്ട ചെവിക്കല്ലടഞ്ഞു പൊട്ടിക്കുമെന്ന്. കാരണം എന്താ? ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥം പറയുന്നു. ഈ നാറയ്ക്ക് പറയാതിരിക്കാൻ വരത്തില്ല. ഈ നാറയ്ക്ക് ഇത് പറയാൻ എന്തെങ്കിലും ഉളുപ്പുണ്ടോ? ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി നിൽക്കുമ്പോൾ സഹ മത്സരാർത്ഥിയായ ശോഭയോട്, ശോഭ ഈറ്റായില്ലേ, അല്ലെങ്കിൽ ശോഭ ഇതുപോലെ മറ്റ് അസന്മാർഗീയ പരിപാടികൾ ചെയ്തിട്ടാണ് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതെന്ന് പരസ്യമായി പറഞ്ഞൊരു മനുഷ്യനാണ്. ആ ഒരു പരിപാടിയിൽ ആദ്യം തൊട്ട് അവസാനം വരെ വിജയായെങ്കിലും ദ്വയാർത്ഥം കൊണ്ട് ഒരു ആറാട്ടായിരുന്നു അഖിൽമാരാരുടെ. അവസാനം മുണ്ടുവൊക്കെയും കാണിച്ചെന്ന് പറയുന്നു. സോ അതൊക്കെ കണ്ടപ്പോൾ പുറത്തുനിന്ന പല ആൾക്കാരും, അഖിലിനെതിരുള്ള ആൾക്കാർ, നമ്മളൊന്നും കുറ്റം പറഞ്ഞിട്ടില്ലെന്ന്, പല ആൾക്കാരും അഖിൽമാരാർന്ന് പറയുന്ന എവന്റെ ചോദിക്കൽ അറിഞ്ഞു പൊട്ടിക്കാൻ തോന്നി. ഇപ്പോഴും സ്വന്തം ഭാര്യയെ പോലും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിരന്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നടത്തുന്ന ഒരു മകനാണിത്. ഞാൻ ഒരിക്കലും ഒരാളെ ഇഷ്ടമാണെങ്കിൽ പോലും അയാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റെന്ന് തന്നെ പറയും. അഖിൽമാരാറുമായിട്ട് ഒരു ദേഷ്യമില്ല. പക്ഷെ ഈ കാണിച്ച് ഇവന്റെ ഈ സ്റ്റേറ്റ്മെന്റ് തനി ഊളത്തരമാണ്, ഡബിൾ സ്റ്റാൻഡാണ്. കാരണം അവനത് പറയാനുള്ള യോഗ്യതയില്ല. വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. അതായത് രണ്ട് വയസ്സാണ് ഇവർക്കൊക്കെ. ഒരു മിശികയായിട്ട് അങ്ങ് വാഴുവാണ്, ഒരു മിശികയായിട്ട് വാഴുവാണ്. ബോബി ചെമ്മണ്ണൂരിനെ പറ്റി പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ അദ്ദേഹത്തെ നേരത്തെ പറഞ്ഞ ട്രോളിയ ഒരാളാണ് ഞാൻ. എന്നാൽ ബോബി ചെമ്മണ്ണൂരിനെ പറ്റി ഞാൻ അറിഞ്ഞ ഒരു കാര്യം, അത് ഞാൻ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കോഴിക്കോട് ഒരു കോടതിയിൽ ജോലി ചെയ്യുമ്പോൾ അന്ന് ഇത്ര പ്രബലനായി ബോബി ചെമ്മണ്ണൂർ മാറിയിട്ടില്ല. ബോച്ചയൊന്നും പേര് വന്നിട്ടില്ല. ഞാനന്ന് ഫ്രണ്ട് ഓഫീസിൽ ജോലി ചെയ്യുമായിരുന്നു. ഏതാണ്ട് 2009 കാലഘട്ടമാണ്. അന്ന് അവിടെ ഹൗസ് കീപ്പിംഗ് ഉണ്ടായിരുന്ന ഒരു പയ്യൻ, സുമേഷ് എന്ന് പറയുന്ന, വായിക്ക് ഇത്തിരി പ്രശ്നമുള്ള, അതായത് വായും മോണയും കൂടി ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന, സംസാരം ക്ലിയർ അല്ലാത്തൊരു പയ്യൻ. ഈ പയ്യനോട് ജോലിക്ക് വന്നപ്പോൾ ഈ പയ്യന്റെ ബുദ്ധിമുട്ടുകളും വീട്ടിലെ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഒരു പയ്യനാണ്. അച്ഛനില്ല, സ്വന്തമായി വീടില്ല, ഒരു പെങ്ങളും അമ്മയും മാത്രമാണുള്ളത്. അപ്പൊ അമ്മയെന്ന് പറയുന്ന ഈ സ്ത്രീ ബോബി ചെമ്മണ്ണൂരിന്റെ മാവൂർ റോഡിലുള്ള ഏതോ സ്ഥാപനത്തിൽ സ്വീപ്പറായിട്ടോ മറ്റോ ജോലി ചെയ്യുന്നൊരു സ്ത്രീയാണ്. അപ്പൊ ഇവനോട് ഒരു സുപ്രഭാതത്തിൽ പറയുന്നു, പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടന്നത്, സാമ്പത്തിക സ്രോതസ്സൊക്കെ എവിടുന്നായിരുന്നു? ബോബി സാറാണ് എല്ലാത്തിനും സഹായിച്ചത്. സ്വർണ്ണമടക്കം A to Z സാധനങ്ങൾ, കല്യാണത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ബോബിയാണ് കൊടുത്തത്. എന്നിട്ട് ഈ പയ്യൻ പറയുന്ന മറ്റൊരു കാര്യം, ഇവന് ഈ മുച്ചുണ്ടുണ്ട്, അതിന് ഓപ്പറേഷൻ ചെയ്യണം. പല ഘട്ടങ്ങളിലായിട്ടാണ് ഓപ്പറേഷൻ, പെട്ടെന്നൊന്നും ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ പറ്റത്തില്ല. അവൻ എന്നോട് പറഞ്ഞത് ദൈവവിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു, ദൈവത്തെ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, കാരണം ഇത്രയും കഷ്ടതകൾ തന്നുകൊണ്ട് ദൈവത്തോട് വലിയ വിശ്വാസമൊന്നുമില്ല. എന്നാലും അവൻ എന്നോട് പറഞ്ഞ് ബോച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം എന്താ? ബോച്ച ഉണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ നടക്കും എന്നുള്ളൊരു ബോധ്യം അവനുണ്ട്. ആ ഒരു നിമിഷത്തിൽ ഈ ബോബിയെപ്പോലുള്ള ആളുകൾ, അദ്ദേഹം ഇത്രയും തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ബോബിയെപ്പോലുള്ള ആളുകൾ, ചില ആൾക്കാർക്കെങ്കിലും ദൈവമാവുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ നടത്തുന്ന ആക്ഷേപമുണ്ട്. എന്നാലും ചില ആളുകൾക്കെങ്കിലും, സമൂഹത്തിലെ അശ്വരരായിട്ടുള്ള ചില ആളുകൾക്കെങ്കിലും ഇവരെ കൊണ്ട് ഉപകാരം ഉണ്ടാവുന്നുണ്ട്. ഈ പറയുന്ന മീഡിയക്കാരെ നമ്മൾ ആരെങ്കിലും ഒരു നയാ പൈസ ഈ പുട്ടിയടിച്ച് വാർത്ത വായിക്കാൻ വന്നിരിക്കുന്ന ഈ പെണ്ണുങ്ങൾ 1 രൂപ ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ? നീയൊക്കെ ഒരുത്തനും കൊടുക്കത്തില്ല. ഇയാളെ വളഞ്ഞിട്ട് ആക്രമിക്കാനും ജീവിതകാലം മൊത്തം ഇയാൾ ജയിലിൽ കിടക്കണം എന്നൊക്കെ പറയാൻ ഒരു തൻ്റെ ഇടമാണ്. പക്ഷെ ഇയാളെ കൊണ്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതുപോലെ തന്നെ അശ്വരരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇയാളെ കൊണ്ട് ജീവിതം തിരിച്ചു പിടിച്ച ആത്മഹത്യയിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാരുണ്ട്. അതും കൂടിയൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ഇയാളെ ആക്രമിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും പറയുന്നു, അദ്ദേഹം ചെയ്ത് തെറ്റ് തന്നെയാണ്, അതിനുള്ള ശിക്ഷ അതിൽ അധികമായി കിട്ടിക്കഴിഞ്ഞു. പക്ഷെ അതുകൊണ്ടൊന്നും ഈ ബോബി തളരുകയോ പിന്നോട്ട് പോവുകയോ ചെയ്യുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ബോബിക്ക് ഇതുകൊണ്ട് ഒരു കോട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ജനപ്രീതി ഏറ്റവും കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ജനപ്രീതി ഇനിയും കൂടത്തേ ഉള്ളൂ. എന്നാൽ ഹണി റോസിനെ സംബന്ധിച്ച് ഹണി റോസിന്റെ കരിയർ തന്നെ എൻഡ് ചെയ്യുന്നതിനുള്ള എല്ലാ പരിപാടികളും ഹണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞതിന്റെ പേരിൽ നമ്മളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിലും പോലീസ് പിടിക്കുകയാണെങ്കിലും വളരെ സന്തോഷം, ഒരു പേടിയുമില്ല. ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം. ആദ്യമായി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.